നമസ്കാരം. സൂര്യ സിന്ധു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഓണാഘോഷമായിരുന്നു. നമ്മുടെ എറണാകുളത്തുള്ള 4 ബ്രാഞ്ചുകളുടെ ഓണാഘോഷം ഒരുമിച്ച് നമ്മുടെ ഗുഡ് ആൻഡ് ജംഗ്ഷനിലുള്ള ഷോപ്പിൽ വെച്ചാണ് നടത്തിയത്. എല്ലാ വർഷവും അങ്ങനെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അന്നത്തെ ദിവസം എല്ലാവരും ഇവിടെ കൂടും. കാരണം ഇവിടെയാകുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ള ഷോപ്പായതുകൊണ്ട്, പിന്നെ നമ്മുടെ ഓൺ ബിൽഡിംഗ് ആണത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഓണാഘോഷം ഇവിടെ ആയിരിക്കും. കുറച്ച് ടൈം എല്ലാ ഷോപ്പുകളും കുറച്ച് ടൈം മാത്രം ഞങ്ങളൊന്ന് ക്ലോസ് ചെയ്യും. അത് ക്ലോസ് ചെയ്തിട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് എല്ലാവരും കൂടി കൂടും. അപ്പോൾ അതിൻ്റെ തലേ ദിവസം തുടങ്ങി ഞങ്ങൾ ഓണാഘോഷത്തിനുള്ള പൂക്കളവും സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. പിറ്റേ ദിവസം എല്ലാവരും കൂടി എത്തി എല്ലാവരും കൂടി ഒരുമിച്ച് സദ്യയൊക്കെ കൊണ്ട് ആഘോഷമായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത് കഴിയുമ്പോഴാണ് തിരുവോണം വരുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും പറക്കാട് ജ്വൽസ് സ്റ്റാഫുകൾ ഓണാഘോഷിക്കുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ്. ഉത്രാടത്തിൻ്റെ അന്ന് എന്തായാലും എല്ലാ ഷോപ്പുകളും ഞങ്ങൾ ഓപ്പൺ ആയിരിക്കുള്ളൂ. ഞങ്ങൾക്ക് ഓണം പ്രമാണിച്ച് പറക്കാട് ജ്വൽസിന് ഒരു ദിവസം മാത്രമാണ് അവധി ഉണ്ടാവുള്ളൂ. അത് തിരുവോണത്തിൻ്റെ അന്നായിരിക്കും. അല്ലാത്ത എല്ലാ ദിവസവും നമ്മുടെ ഷോപ്പ് തുറന്നു പ്രവർത്തിക്കും. അതുപോലെ ഈ വർഷവും ഉത്രാടത്തിൻ്റെ അന്നാണ് നമ്മൾ ഓണം ആഘോഷിച്ചത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എൻ്റെ മുഖത്തൊക്കെ തോന്നുന്നു. എന്തായാലും എൻ്റെ ഉള്ളിൽ നിറയുണ്ട്. ഞങ്ങൾ അതുപോലെ എല്ലാവരും കൂടി ഓണം ആഘോഷിച്ചു. അതിന് ചെറിയ ചെറിയ കട്ടിങ്ങുകളൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോയിലൂടെ. എന്തായാലും ഞങ്ങളുടെ പൂക്കളം ഒന്ന് കണ്ടേക്കും. ഇതായിരുന്നു ഞങ്ങളുടെ പൂക്കളം ഇട്ടത്. ഈ പൂക്കളം എല്ലാ വർഷവും അതുപോലെ ഒരു പൂക്കളം ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു സങ്കടമാണ്. പണ്ടത്തെ പോലെ നമുക്ക് വീടിൻ്റെ മുറ്റത്ത് പൂക്കളം ഇടാനോ അതൊന്നും ആസ്വദിക്കാനോ അങ്ങനെയൊന്നും പറ്റാറില്ല. കാരണം എല്ലാവരും ജോലിത്തിരക്കായി, പണ്ട് കാലത്തിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായി. നമ്മളൊക്കെ വലുതായി, കുട്ടിപ്രായത്തിലല്ലേ അതെല്ലാം നടക്കുള്ളൂ. പക്ഷേ ആ എല്ലാ ഇഷ്ടം കൂടി സാധിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തുള്ള ഈ ഓണാഘോഷത്തിലൂടെയാണ്. ഭയങ്കര സന്തോഷത്തോടെയാണ് ആഘോഷിക്കുന്നത്, കാത്തിരുന്നാണ് ആഘോഷിക്കുന്നത്. പിന്നെ ഒരുക്കത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെ അടിച്ചു പൊളിച്ചാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, നമ്മൾ സന്തോഷത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ ഒരുങ്ങുന്നത്. സാധാരണ ഞാൻ ഒരു മാലയൊക്കെ ഇടാറുള്ളൂ. ഇന്നതേ 2 മാലയൊക്കെ ഇട്ടിട്ടുണ്ട്, കമ്മലിട്ടിട്ടുണ്ട്, പൂ വെച്ചിട്ടുണ്ട്, സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി. ഓണം തീർന്നിട്ടൊന്നുമില്ല കേട്ടോ. നാളെ ഇനി ഫാമിലിയുടെ കൂടെ ഉണ്ട്. നാളെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകും. ഞങ്ങളെല്ലാവരും കൂടി അവിടെയാണ് ഓണാഘോഷം നാളത്തെ. പിന്നെ അത് കഴിഞ്ഞ് ഓണാഘോഷം തീരുന്നില്ല, കുറേ ദിവസത്തേക്ക് ഉണ്ടാകും. പിന്നെ അതുകൊണ്ട് ഇന്നത്തെ ഈ ഓണാഘോഷ വിശേഷം പറയാൻ മാത്രമായിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഇന്ന് ഉത്രാടമാണ്, നാളെ തിരുവോണമാണ്. അപ്പം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുന്നു. പറക്കാടിൻ്റെയും പറക്കാട് ഗ്രൂപ്പിൻ്റെയും പറക്കാട് നേച്ചർ റിസോർട്ട് എല്ലാത്തിൻ്റെയും ഞങ്ങളുടെ ഓൾ സ്റ്റാഫിൻ്റെയും തിരുവോണ ആശംസകൾ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പ്